കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ്. ന്യൂസ് എല്ലാവരും അറിഞ്ഞു കാണും. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ഇപ്പം നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ന്യൂസിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ സിമിലർ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു വേർഷൻസ് ആയിരിക്കും. അതായത് ഏറ്റവും നല്ല ഒരു ബിസിനസ്മാൻ കാര്യങ്ങൾ ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. നല്ല ബ്രാൻഡ്, നല്ല ബിസിനസ്മാൻ, സെൽഫ് PR കുറേ അധികം ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ആ സെൽഫ് PR കാണുന്ന സമയത്ത് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പലപ്പോഴായിട്ട് ആ സെൽഫ് PR എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ കോണ്ടൻറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനീഷ്യലി എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1.5 മാസം മുമ്പ്, ഓക്കെ, ഇത് നിങ്ങൾ ക്ലിയറായി കേട്ടോ, ഈ ഒരു വേർഷൻ നിങ്ങൾക്ക് മേ ബി ന്യൂസുകളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് മേ ബി നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിരിക്കും. ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ഒരു IT റെയ്ഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു ന്യൂസ് ചാനലും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1.5 മാസം മുമ്പ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ സെയിം IT റെയ്ഡ് പരിപാടികൾ നടന്നിട്ടുണ്ട്. 2025 ഡിസംബറിൽ ബാംഗ്ലൂരിൽ മാസീവ് IT റെയ്ഡ് നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ബിൽഡേഴ്സിൻ്റെ ഇടയിൽ, ഇവിടുത്തെ പബ് ഓണേഴ്സിൻ്റെ ഇടയിൽ ഒക്കെ മാസീവായിട്ടുള്ള IT റെയ്ഡ് നടന്നിട്ടുണ്ട്. വൈ? ബിക്കോസ് പൊളിറ്റീഷ്യൻസിൻ്റെ ബ്ലാക്ക് മണി ഏറ്റവും കൂടുതൽ വൈറ്റ് ആക്കാൻ വേണ്ടി സോഴ്സ് ചെയ്യുന്നത് ഈ പറഞ്ഞ പബ് ഓണേഴ്സ്, ഈ പറഞ്ഞ ബിൽഡേഴ്സ്, ഇവിടുത്തെ ജയൻറ്റുകൾ, ഇങ്ങനത്തെ ബിസിനസ് ജയൻറ്റുകളിലൂടെ എന്ന് പറഞ്ഞ് 2025 ഡിസംബറിലൊക്കെ മാസീവായിട്ടുള്ള റെയ്ഡും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഈവൻ ശില്പ ഷെട്ടിയുടെ ഒരു ഓണർഷിപ്പിലുള്ള ഒരു പബ്ബിൻ്റെ ഇതിലൊക്കെ അവർ ശില്പ ഷെട്ടിയുടെ പേരൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു. ആ IT റെയ്ഡ് നടക്കുന്ന സമയത്ത് CJ റോയ് അബ്രോഡായിരുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലും ഈ റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആൻഡ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ നടന്ന റെയ്ഡിൽ കേരളത്തിൽ നിന്നുള്ള IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളും കൂടി വന്നതുകൊണ്ട്, ഓക്കെ, ഇത് ED അല്ല, ഇത് IT ആണ്, ഇൻകം ടാക്സ് ആണ്. വന്ന സമയത്ത് കുറേ അധികം ഡോക്യുമെൻറ്റ്സ് അവർ ഓഫീസിൽ തന്നെ, CJ റോയുടെ ഓഫീസിൽ തന്നെ സീൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ലേറ്റർ ഓൺ ഇത് CJ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കേസ് കൊടുക്കുകയാണ് കർണാടക ഹൈക്കോർട്ടിൽ. അതായത് ഈ IT ഉദ്യോഗസ്ഥർ ഫ്രം കേരള ദേ കാൻ കം ഡൗൺ ടു ബാംഗ്ലൂർ ആൻഡ് ഹാവ് എ റെയ്ഡ്. ഇത് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷനായിട്ട് ഇവർ കൊടുക്കുകയാണ്, ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. ഇത് ഈ റെയ്ഡ് നടത്താൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് പിടിച്ചെടുക്കാൻ പാടില്ല, കാരണം കേരളത്തിലെ IT ഉദ്യോഗസ്ഥർക്ക് ഇവിടെ വരാൻ പാടില്ല. ഓക്കെ, ഇത് കർണാടക ഹൈക്കോടതിയിൽ അവർ ഒരു സ്റ്റേ ആയിട്ട് പോകുന്നു. സ്റ്റേ അവർക്ക് കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം, ഓക്കെ, 2-3 ദിവസങ്ങൾക്ക് മുമ്പ്, അതിക്ക് മുമ്പ് ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റേ ഒഴിവാകുന്നു. കർണാടക ഹൈക്കോടതി ഈ സ്റ്റേ ഒഴിവാകുന്നു. 3 ദിവസമായിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ 13-14 ഇവിടുത്തെ ഓഫീസുകളിൽ, അവരുടെ പല വെഞ്ചേഴ്സ് ഉണ്ട്, പല ബിസിനസ് പരിപാടികൾ അവർക്കുണ്ട്. ഇതിൻ്റെയൊക്കെ 10-13 ഓഫീസുകളിൽ 3 ദിവസമായിട്ട് ഈ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CJ റോയിയെ 1.5 മണിക്കൂർ ഇവർ വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ബാംഗ്ലൂരുള്ളത് കൊണ്ട് എൻ്റെ ഇവിടുത്തെ സർക്കിളിൽ നിന്ന് എനിക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളിലേക്ക് എത്തിച്ചു. ഫൈൻ. അപ്പോൾ ഈ സ്റ്റേ കൊടുത്ത് 1.5 മാസം മുമ്പ് ഇവിടെ നടന്ന റെയ്ഡിൽ ഇവർ കണ്ടെടുത്ത കുറേ ഡോക്യുമെൻറ്റ്സ്, അതാണ് ഇന്ന് CJ റോയിയെ IT ഓഫീസേഴ്സ് വിളിച്ച് രണ്ടാമത് ആ ഡോക്യുമെൻറ്റ്സ്, സീൽ ചെയ്തെടുത്ത ഡോക്യുമെൻറ്റ്സും അതിൽ കൂടുതൽ അവർക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സും ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ എന്നുള്ള രീതിക്കാണ് CJ റോയ് ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് പോയത്. സെയിം ബിൽഡിങ്ങിന് വേറെ റൂമിലേക്ക് പോകുന്നു, അദ്ദേഹം അത് ചെയ്യുന്നു. ഫൈൻ. ഇനി നമുക്ക് ഇന്ന് വന്ന വാർത്തകളിലേക്കൊന്ന് നോക്കാം. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം, ഒരു 9,000 കോടിയോളം രൂപയുടെ ഒരാസ്തിയുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് CJ റോയ്. ഓക്കെ, അപ്പോൾ സസ്പീഷ്യസ് ആയിട്ടുള്ള കോൺസ്പിറസിയൊക്കെ തോന്നാവുന്ന രീതിയിലുള്ള, കാരണം ഈ മരണം സംഭവിച്ചിട്ടുള്ളത് ആ രീതിയിലാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ബാക്കി ചാനലിലൊക്കെ വന്നു പോകുന്ന സാധനങ്ങൾ വെറുതെ നമ്മൾ പറഞ്ഞും വന്നും നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ആ ഒരു ന്യൂസ്, ഇനി കേൾക്കാത്തവരും കാണാത്തവരും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ന്യൂസ് ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്ത് വിടാം. ഓക്കെ,
ഒരുപാട് റെയ്ഡുകൾ ഉണ്ടാകാറുണ്ട്, ഒരുപാട് പരിശോധനകൾ നടത്താറുണ്ട്, പലരും കേസിൽ അകപ്പെടാറുണ്ട്, ജയിലിൽ പോകാറുണ്ട്. പക്ഷേ ഇത്ര വലിയ ഒരു വ്യവസായി ഒരു പരിശോധനയ്ക്കിടെ, ഒരു കേന്ദ്ര ഏജൻസിയുടെ പരിശോധനയ്ക്കിടെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് ഇതൊരു പക്ഷേ ആദ്യമാണ് എന്നുള്ളതാണ്. ഈ മരിച്ചതിന് ശേഷവും റെയ്ഡ് തുടർന്നു എന്ന വിവരം വിവരം ശരിയാണെങ്കിൽ അത് അങ്ങേയറ്റം ക്രൂരമായ നടപടിയാണ് എന്നുള്ളത് തന്നെയാണ് ആ കുടുംബം പറയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. കുടുംബം ഇതിനകം തന്നെ അന്വേഷണ ഏജൻസിക്കെതിരെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിലെ ഉദ്യോഗസ്ഥന്റെ പേര്, കൃഷ്ണപ്രസാദിന്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് സഹോദരൻ പറയുന്നത് തന്നെ. എന്തായാലും സഹിക്കാൻ പറ്റാത്ത കാര്യം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു, ഇന്നും പരിശോധന തുടർന്നിരുന്നു. അങ്ങനെ പരിശോധന തുടരുന്ന ഘട്ടത്തിൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു, രേഖകൾ ആവശ്യപ്പെടുന്നു. രേഖകൾ എടുക്കുന്നതിന് വേണ്ടി മുറിയിലേക്ക് കയറുന്നു. മുറിയിലേക്ക് കയറിയ ആ റോയ് സ്വന്തം കയ്യിലുണ്ടായിരുന്ന റിവോൾവർ എടുത്തുകൊണ്ട് ആ നെഞ്ചിൽ വെടിയുതിർക്കുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള നാരായണ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അപ്പോഴേക്കും മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്തും അവിടെ റെയ്ഡ് തുടരുകയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ IT റെയ്ഡാണ്, ED റെയ്ഡല്ല. ഓക്കെ, ഇത് ആദ്യം വന്ന സമയത്ത് ED റെയ്ഡാണ്, തലയിലാണ് ചെയ്തത് എന്നൊക്കെയായിരുന്നു വന്നത്. പിന്നെ ലേറ്റർ ഓൺ ഇത് ED അല്ല IT ആണെന്ന് വരുന്നു. കമ്പാരിറ്റീവ്ലി ED ഒക്കെ പിടിച്ചാലാണ് ലോക്കാവുക. IT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ലോക്ക് വരാനുള്ള സാധ്യത ഇല്ല. പിന്നെ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രഷർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു മേജർ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് സമ്മർദ്ദങ്ങളുണ്ടോ CJ റോയ്ക്ക്? നമ്പർ 1 ക്വസ്റ്റ്യൻ. സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ടോ? ആ ചോദ്യം വന്ന് കിടക്കുന്ന 1.5 മാസം മുമ്പ് വന്ന ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് നടന്ന ഈ റെയ്ഡ്, പൊളിറ്റീഷ്യൻസിൻ്റെ ബ്ലാക്ക് മണി വെളുപ്പിക്കുന്ന പരിപാടികൾ ഇവിടെ കുറേ ഇങ്ങനത്തെ ബിസിനസ് ഡാൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് കൊണ്ടുപോയി എത്തുമോ? അതിനൊരു ക്ലാരിറ്റി വേണം. അപ്പോൾ ബിസിനസ് സമ്മർദ്ദങ്ങളുണ്ടോ, സാമ്പത്തിക തട്ടിപ്പുണ്ടോ? അടുത്തൊരു ചോദ്യം. പിന്നുള്ളത്, ഈ റെയ്ഡ് സമയത്ത് ഉദ്യോഗസ്ഥർ റോയിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് തട്ടിപ്പാണ്, ഇത്രയും വലിയ തട്ടിപ്പ്, ഇതിൽ അറസ്റ്റ് എന്തായാലും വരും. അതുകൊണ്ട് വന്ന ഒരു അഭിമാനക്ഷതം, ഒരു സാധനം വരുമല്ലോടി. അതായത് റെയ്ഡ് ഭീഷണികളോ കൊണ്ടുവരുന്നൊരു സീനുണ്ട്. അതായത് ഒരാളെ അഭിമാനത്തിൽ പറ്റാവുന്ന ഏറ്റവും വലിയ കോട്ടമായിരിക്കും അയാൾക്ക് ഒരു അറസ്റ്റ് വന്നത്. കാരണം ഇത്രയും വലിയ ബ്രാൻഡായിട്ട് മലയാളികൾക്കിടയിൽ ഇത്രയും വലിയ റെപ്യൂട്ടേഷനിൽ നിൽക്കുന്നൊരു ബ്രാൻഡിന് അതിൻ്റെ ഹെഡ് CJ റോയ് എന്ന് പറഞ്ഞ ഈ മനുഷ്യന് അഭിമാനം ഭയങ്കരമായിരിക്കും. ഇപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സർക്കിളിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ വ്യക്തിക്ക് ഭയങ്കര അഭിമാനിയാണ്. അഭിമാനം വിട്ടൊരു പരിപാടിയില്ല ഇങ്ങനെ. അത് തന്നെ ഈ വ്യക്തിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകൾ, അന്നേ ദിവസം റെയ്ഡ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റാഫുകളൊക്കെ പറയുന്നുണ്ട് ഇമ്മൻസ് പ്രഷർ, അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രഷർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നും അതിൽ ഈ വ്യക്തിക്ക് ഭയങ്കര പാനിക്കായിട്ടുണ്ട് എന്നുള്ളതും. പിന്നെ ഈ വ്യക്തി അഭിമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനത്തെ വിഷയമുള്ളൊരു മനുഷ്യനാണ്. സോ ഇതിൽ ഈ റെയ്ഡ് ചെയ്യാൻ വന്ന ആളുകളിൽ നിന്ന് വന്ന പ്രഷർ കാരണം, അതിൽ തന്നെ കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞ IT കമ്മീഷണർ, ഈ വ്യക്തിയൊക്കെ അടങ്ങുന്ന ടീമിൽ വന്ന പ്രഷർ ഈ വ്യക്തിക്ക് ഒരു അഭിമാന വിഷയം വന്ന് അഭിമാനക്ഷതം സംഭവിക്കുമെന്നുള്ളത് കൊണ്ട് ഈ വ്യക്തി ചെയ്തതാണോ? എഗെയിൻ ഈ ക്വസ്റ്റ്യൻസിനാണ് ആദ്യം നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഇനി ഇത് വിട്ട് നമ്മളിതിലൊരു കോൺസ്പിറസി സംഗതികൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത് IT റെയ്ഡ്. ഓക്കെ, EDയും IT കൂടിയും കമ്പൈൻഡ് ആണോ എന്നുള്ളതിന് സ്റ്റിൽ ഐ ഹാവ് എ ഡൗട്ട്. ബട്ട് IT തന്നെയാണ് ഇപ്പോൾ പറയുന്നത്, ED ഇല്ല എന്ന് പറയുന്നുണ്ട്. IT റെയ്ഡാണെന്നുണ്ടെങ്കിൽ 3 ദിവസമായിട്ട് നടക്കുന്ന റെയ്ഡാണെന്നുണ്ടെങ്കിൽ ആരുടെ സ്ഥാപനത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണോ, ആരുടെ ബിസിനസ്സിനെ ചുറ്റിപ്പറ്റിയിട്ടാണോ റെയ്ഡ് നടക്കുന്നത്, കൃത്യമായിട്ട് ആ വ്യക്തിയെ അവരെന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യും. അയാളുടെ ഫോണ്, അയാൾക്ക് ആക്സസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള വെപ്പൺസ് കയ്യിലുണ്ടെങ്കിൽ അത് എല്ലാം, ഈവൻ മരുന്നാണെങ്കിൽ പോലും കൃത്യമായി ഇൻ്റർവെല്ലിനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ച് അത് ഒരു ബൈസ്റ്റാൻഡർ പോലെ ഇവരെ തന്നെ ഒരാളെ നിർത്തി എല്ലാം മോണിറ്റർ ചെയ്ത് ഇവരെ വളരെ സേഫായി സെക്യൂറായിട്ട് ഇവരെ കസ്റ്റഡിയിൽ എടുത്ത് വെച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു 3 ദിവസമായിട്ട് നടക്കുന്ന ഈ ഒരു വൈഡ് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. ഒരിക്കലും
ഇയാൾക്ക് ഇതേപോലെ പോയി ഒരു തോക്കെടുത്ത് കൊണ്ടുവന്ന് ഇത് ചെയ്യാനുള്ള ഒരു സംഗതി ഇതെങ്ങനെ? അപ്പോൾ ഇത് ഒരു മേജർ മിസ്റ്റേക്ക് ഈ IT ടീമിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നില്ല, ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടന്നു എന്നുള്ളൊരു സംശയം. IT ടീം റെയ്ഡിന് വരുന്ന സമയത്ത് അവിടെയുള്ള വ്യക്തികൾ പറയുന്നു അതിലൊരു ഓഫീസർ, 1-2 ഓഫീസറുടെ കയ്യിൽ ഗണ്ണുണ്ട്, അതെന്തിനു കൊണ്ടുവന്നു? അത് വേറൊരു കോൺസ്പിറസി. അത് ഇവിടെ ഈ കർണാടക സർക്കിളിൽ നിന്ന് കേൾക്കുന്ന ഐറ്റങ്ങളാണ് അതൊക്കെ. അതിനൊക്കെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് IT റെയ്ഡ് കറക്റ്റാണോ നടന്നത്, ഉദ്യോഗസ്ഥർ കറക്റ്റ് അവരുടെ പ്രോട്ടോക്കോൾ പാലിച്ചിരുന്നോ എന്നുള്ള ചോദ്യം ആണ് ഫസ്റ്റ് നമ്മൾ ചോദിക്കേണ്ടത്. പിന്നൊരു ചോദ്യം വരാനുള്ളത്, IT ഉദ്യോഗസ്ഥർ ഇദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും അവിടെ റെയ്ഡ് തുടർന്നു എന്നുള്ളൊരു ക്ലെയിമുണ്ട്. അദ്ദേഹത്തിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല എന്നുള്ളൊരു ക്ലെയിമുണ്ട്. ഇനി എത്തിച്ചാൽ തന്നെ അത് HSRലുള്ള നാരായണ ഹൃദയാലയയിലേക്കാണ് കൊണ്ടുപോയതെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉള്ള അശോക് നഗറാണ് ഓഫീസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് എനിക്ക് തോന്നുന്നു നിയർ ബൈ ആയിട്ട് പിന്നെയും വരുന്നത് കണ്ണിങ്ങാം റോഡ്, അങ്ങനെ ആയിരിക്കും. ഇപ്പോഴത്തെ ഈ HSR വരെ പോകണോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ഡിപ്പെൻസ് ആണ്, അത് കൊണ്ടുപോയ ഓഫീസേഴ്സിന് ചിലപ്പോൾ അറിയുന്നതോ അല്ലെങ്കിൽ അവർ കൊണ്ടുപോയതോ ആയിട്ടുള്ള ഓഫീസേഴ്സാണ് കൊണ്ടുപോയ ഓബിയസ്ലി എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ കൊണ്ടുപോയ സമയത്ത് വന്നതാണോ അതോ അത് വാണ്ടഡ്ലി അത്ര ദൂരത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതാണോ എന്നുള്ളൊരു സംശയവും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റ്ലി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി സ്വയം ഇല്ലാതായതാണ്, വാക്യം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒരാളങ്ങനെ ഇല്ലാതാവുന്ന ഒരു സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്? അങ്ങനെ ഇല്ലാതാവുന്ന, അങ്ങനെ ഒരു ആയുധം ഉപയോഗിച്ച് ഇല്ലാതാവുന്ന ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ ഈ നെഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഡെഫിനറ്റ്ലി ചെയ്യാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ഇപ്പോൾ ഇവിടെ ചെയ്തിട്ട് തന്നെ സ്വയം തീരണമെന്നില്ല, നെഞ്ചിൽ ചെയ്ത് തീരുന്നവരും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് അങ്ങനെ ഒരു പോസിബിലിറ്റി വെച്ചിട്ട് അത് ഇവിടെ വേറൊരാൾ എന്നുള്ളൊരു സാധനത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ഇവിടെയും ചെയ്യുന്നവരുണ്ട്. അത് ആ ഒരു അപ്പത്തെ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്താണോ അത് വെച്ചിട്ടാണ്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ, GSR എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഗൺ ഷോട്ട് റെസിഡ്യൂ. ഈ വെടിവെച്ച ആളുടെ കയ്യിൽ വെടിമരുന്നിൻ്റെ അംശങ്ങളുണ്ടോ? അതായത് CJ റോയ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം സ്വയം വെടിവെച്ചതാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ മൈക്രോ പാർട്ടിക്കിൾസ് ഉണ്ടോ? അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ടൂൾ തന്നെയാണ്, ആ വ്യക്തി തന്നെയാണ് അത് ചെയ്തത് എന്ന് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെനിട്രേഷൻ ദൂരം, ഇപ്പോൾ ഇയാൾ ലെഫ്റ്റ് ഹാൻഡാണോ റൈറ്റ് ഹാൻഡാണോ നോക്കണം. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കിയിട്ട് വേണം ഇത് ഏത് കയ്യിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ചെയ്തത് എന്ന് നോക്കണം. അത് എത്ര ക്ലോസ് റേഞ്ചാണ്, മനസ്സിലായോ? ഏത് റേഞ്ചിൽ നിന്നാണ്, തുളഞ്ഞ് അപ്പുറത്തു കൂടി പുറത്ത് വന്നിട്ടുണ്ടോ, ഇങ്ങനെ പോയോ, അങ്ങനെ ഇതൊക്കെ നോക്കണം എന്ന് പറയാൻ കാരണം വേറൊരാൾ ഇപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടു കാണും, ഈ പല കേസിനും പറഞ്ഞു കേട്ട് കാണും, വേറൊരാൾ കൈ പിടിച്ച് ഇങ്ങനെ വെച്ചു, അല്ലെങ്കിൽ വേറൊരാൾ ക്ലോസ് റേഞ്ചിൽ നിന്ന് വെച്ചു എന്നിട്ട് കയ്യിൽ കൊടുത്തു. മനസ്സിലായോ? ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കും. അപ്പം ഇങ്ങനത്തെ ഐറ്റങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ടോ? അത് വേണം. ഇത് തുളഞ്ഞു കയറി ഡിസ്റ്റൻസ് എത്ര, ഏത് ഡിസ്റ്റൻസിൽ നിന്നിത് പോയി, ഇതിൻ്റെ അകത്തുള്ള കോൺസ്പിറസിക്ക് ഇതൊക്കെ വരും. ഓക്കെ, ഫോറൻസിക്കലി ഈ സാധനങ്ങളൊക്കെ എല്ലാം എന്ത് ചെയ്യണം, തലനാരിഴ കീറി പരിശോധിക്കണം. പിന്നെ ഓബിയസ്ലി CCTV, ഇപ്പോൾ CCTVക്ക് എന്തെങ്കിലും സീനുണ്ടോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും. കാരണം ഇങ്ങനത്തെയൊക്കെ കേസിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോണത് CCTV ആയിരിക്കും. CCTV പിന്നെ ഹുദാഹവ, പിന്നെ അത് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സീനുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഈ വ്യക്തി സ്വയം ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് സ്വയം ചെയ്തതാണ് എന്ന് ഉറപ്പ് വരുത്താൻ പാകത്തിനുള്ള ഫോറൻസിക് ബാലസ്റ്റിക് റിപ്പോർട്ടുകൾ വരണം. ഓക്കെ, അത് വന്നാൽ മാത്രമേ അത് അദ്ദേഹത്തിൻ്റേതാണ്, അദ്ദേഹം തന്നെ ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങളൊരു ഉറപ്പ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പ്രഷറിനെ കുറിച്ചായിരിക്കും അടുത്ത ചോദ്യവും കാര്യങ്ങളും വരുന്നത്. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് ഓടിക്കേറി ഇദ്ദേഹത്തിനെ അങ്ങോട്ട് ചെയ്ത് ഒരു 2-3 ദിവസം ലോക്കാക്കുന്നതല്ല. ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. 1.5 മാസം മുമ്പ് വന്ന് അത് കോടതിയിൽ കേസിന് പോയി, കേസിൽ നിന്ന് അത് സ്റ്റേ ആയി, സ്റ്റേ മാറിയതിനു ശേഷം വീണ്ടും വരുന്നു.
അപ്പോൾ അതിനകത്ത് തന്നെ ഒരു പാറ്റേൺ എന്താ കിടക്കുന്നത്? ഈ വരുന്ന ഓഫീസേഴ്സിനും ഒരു ദേഷ്യം കാണും. കാരണം ഇത് ഓൾറെഡി ഇവർക്ക് ഇവിടെ റെയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കർണാടക ഹൈക്കോർട്ടിൽ സ്റ്റേ എടുത്തൊരു വ്യക്തിയാണ് ഡോക്ടർ റോയ്. അപ്പോൾ ഓബിയസ്ലി വന്ന് കയറുന്ന ആളുകൾക്കൊരു നീ അങ്ങനെ നമുക്ക് സ്റ്റേ എടുത്ത് വെച്ച് തന്നൊരുത്തനല്ലേ, എന്നാൽ നീ ഒന്ന് കുറച്ച് ദിവസം പ്രഷറിലിരിക്കുക എന്നുള്ള രീതിക്ക് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ടെങ്കിലോ അങ്ങനെയാവാം. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നത് BJP കാരനാവേണ്ടി വരും. ഇപ്പോൾ 2020 നടന്നത് നമുക്കറിയാലോ, കിറ്റക്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് പറയാൻ ഇത് ടു ഏർലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ടു ഏർലിയാണ്. ഇനി അങ്ങനെ ഒരു ആംഗിൾ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. കാരണം ഈ രാജ്യത്ത് നടക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. പക്ഷേ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ? ഇത് നികുതി വെട്ടിപ്പ് മാത്രമാണോ? കള്ളപ്പണം വെളുപ്പിക്കുന്നതും കൂടി ഉണ്ടോ? വരും ദിവസങ്ങളിൽ അങ്ങനത്തെ ഒരു സാധനം പുറത്ത് കറക്റ്റ് വരുമോ? മനസ്സിലായി? ഇത് എന്താണെങ്കിലും IT ഒഫീഷ്യൽസ് അവരുടെ ഒരു പത്രസമ്മേളനവും കാര്യങ്ങളും കാണും. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏത് രീതിയിലുള്ള അന്വേഷണമാണോ അവിടെ നടത്തിയത്, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള അന്വേഷണമാണോ അതോ നികുതി വെട്ടിച്ചതാണോ? ഇപ്പം നികുതി വെട്ടിപ്പാണെങ്കിൽ അത് എങ്ങനെ, അത് അടുത്തൊരു ക്വസ്റ്റ്യൻ. എങ്ങനെ ഇപ്പോൾ ഒരു ബിൽഡർ ഒരു നികുതി വെട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വാല്യുവേഷൻ കുറച്ച് കാണിച്ച് സ്ഥലം വിൽക്കുക അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വിൽക്കുക എന്നുള്ള പരിപാടിയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലടക്കം ഇപ്പോൾ നമുക്കറിയാം IT ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 1 കൊല്ലത്തെ 2 കൊല്ലത്തെ ഒന്നുമായിട്ട് വരില്ല. 10-20 കൊല്ലമായിട്ട് അവന്മാർ നോക്കി വെച്ചിട്ട് ഒന്നിച്ചട് കയറി വരിക ചെയ്യുക. ഇനിയിപ്പോൾ ഒരു 9,000 കോടി ആസ്തിയുള്ള ഒരാളാണെങ്കിൽ ഒറ്റയടിക്ക് കയറി വന്നിട്ട് 10-20 കൊല്ലത്തെ കണക്കെടുത്തിട്ട് അടയ്ക്കൊരു 2,000 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് ഈ വലിയ കോടീനെ കണക്ക് വയ്ക്കുമ്പോൾ അത്രയും കോടികളൊക്കെ ഇത്രയും കോടി കൊടുത്തൂടെ എന്ന് നമ്മൾ ചോദിക്കും. ഈ 9,000 കോടി ബാങ്കിലിട്ടിരിക്കുകയല്ല അവരുടെ ടോട്ടൽ വേർത്താണത്, നെറ്റ് വേർത്താണത്. അത് പല സ്ഥലങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കിടക്കുകയായിരിക്കും. 9,000 കോടിയുള്ള ഒരാളോട് പോയിട്ട് 2,000 കോടി അടക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബാലൻസ് പോവും. പിന്നെ അഭിമാനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, 4 ആളെ മുന്നിൽ നിന്ന് വിലങ്ങ് വയ്ക്കും. ഇപ്പോൾ CJ റോയ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു സെൽഫ് PR മാർക്കറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇവരുടെ പ്രൊഫൈൽ പോലും 1 മില്യൺ അടിക്കുന്നത് ഗിവ് അവേസ് കൊടുത്തിട്ടാണ്. ചാരിറ്റീസ് ചെയ്യുന്നുണ്ട്, ബട്ട് മോസ്റ്റ് ഓഫ് ദ ചാരിറ്റീസും ഇപ്പോൾ ഈ പറയുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പലർക്കും ദേഷ്യം വരുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ വിൽ സേ പലർക്കും കൊടുക്കുന്ന ചാരിറ്റീസും പലർക്കും കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു PR സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ട് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം അങ്ങോട്ട് കണ്ണടച്ച് എല്ലാം മറ്റേ സാധനങ്ങളില്ല, ഇതൊക്കെ ഒരു പബ്ലിക് സ്റ്റണ്ട് പോലെ ചെയ്തതുണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. നല്ലത് കിട്ടുന്നുണ്ട്, ആളുകൾക്ക് സഹായം കിട്ടുന്നുണ്ട്. ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ അപ്പുറത്തൊരു പേഴ്സണൽ മൈലേജും കയറിക്കോട്ടെ, അത് തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, ചിലരുണ്ടല്ലോ എന്ത് ചെയ്താലും ഒരു പബ്ലിസിറ്റിയും വേണ്ട, ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നവർ, അങ്ങനെയുള്ളവരുണ്ട്. അപ്പം ഈ ഒരു കാര്യം ഇപ്പോൾ മീഡിയയിൽ പല ചാനൽസും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടു എക്സ്ട്രീം ലെവൽ ഓഫ് ഗ്ലോറിഫൈങ് നടക്കുന്നുണ്ട്. ഓക്കെ, നല്ല മനുഷ്യനായിരിക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ഹ്യൂമൻ ആയിരിക്കും, നല്ല ഹ്യൂമൻ ബീങ് ആയിരിക്കും, സഹായം ചെയ്യുന്നുണ്ടോ, എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു രാജ്യത്ത് കൊടുക്കേണ്ട നികുതി വെട്ടിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് ഈ പറഞ്ഞ പോലെ പൈസ ഇപ്പോൾ ഒരു വാല്യുവേഷൻ കുറച്ച് കാണിക്കുക, കള്ളപ്പണം വെളുപ്പിക്കുക, ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തി എത്രത്തോളം ചാരിറ്റി ചെയ്താലും രാജ്യത്തിനോട് ചെയ്യുന്നത് എന്താണെന്നുള്ളൊരു ചോദ്യം അപ്പുറത്ത് വേറെ കിടക്കില്ല. ഡെഫിനറ്റ്ലി അത് കാണാതിരിക്കില്ല, അങ്ങനെ ഒരു ചോദ്യം വരുള്ളൂ. അപ്പോൾ ഇതിനൊരു ക്ലാരിറ്റി കിട്ടണം. ഓക്കെ, ക്ലാരിറ്റി കിട്ടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി CJ റോയുടെ ബ്രദർ, ഓക്കെ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കുറച്ച് കാര്യങ്ങൾ, CJ റോയുടെ ബ്രദർ കുറച്ച് കാര്യങ്ങൾ മീഡിയയ്ക്ക് കൊടുത്തതിൻ്റെ ഒരു I feel there was a pressure from Income Tax Department, All right. from Mr. Krishna Prasad and team from Kerala. All right. I was told he was on tremendous pressure. Today morning also he spoke to me. And Around and 11 o'clock he spoke to me. all right. He said, I am having pressure from Income Tax Department. Other than that, he doesn't have any threat, no loan, no other enemies for him. Sir, also, and it's also been told that it happened at a time when the raid was happening. He went inside his room. Yes. What could have transpired according to what you can gather? No, sir? that Income Tax official has to say. Mr. Krishna Prasad was there. He has to answer this question. And what was this investigation that they were doing all about, sir? They were coming from the team from Kerala. They are investigating his business, whole business. But I mean, this confident real estate business. Absolutely. So has he shared anything with you in the past with regards to what has been happening? Because he's somebody who come across as a very flamboyant person, somebody who enjoys life,
and him coming out and doing something like this? That I feel it is definitely the pressure from income tax department. So from the tell me, sir. Mm. Definitely it is the pressure from that side, income tax department. And what kind of pressure are you talking about? Because you're just saying pressure, sir. If you can elaborate But more, I because see he has not elaborated because I am abroad. hmm, I was supposed to meet him tomorrow at 7 o'clock in the evening. hmm. Mhm. Sir, you are the best person who knows your brother. Do you think he is somebody who would take this step? Uh, now he has taken the step. What can I say? I thought he's a very strong person. Mm. Mm. Absolutely, sir. That is also, sir. And have you appealed to the government? Anybody? Have you ever spoken to them with regards to what happened right now? I have spoken. I'm in touch with everybody in the team, Hmm. office team. All right, sir. Sir, absolutely my condolences. And how are the family coping up with it, sir? Family is on the way to Bangalore from Dubai. All right, sir. Wife and children are coming on the way. All right, sir. Thank you so much, sir. ബ്രദറിനോട് ഇത് സംഭവിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് സംസാരിച്ചു. IT ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർമാരുടെ ഭാഗത്തുനിന്ന് ഇമ്മൻസ് പ്രഷർ ഉണ്ട് എന്ന് പറയുന്നു. സി, ഫോൺ അപ്പം കയ്യിലുണ്ട്. 3 ദിവസമായിട്ട് റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇന്ന് മാത്രം 1.5 മണിക്കൂർ വിളിച്ച് ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ബാക്കി ടൈമിലൊന്നും ഇയാൾ അവരുടെ റഡാറിലല്ല എന്നുള്ളതാണോ? അങ്ങനെ വരാൻ അതിൻ്റെ ചാൻസ് എങ്ങനെയാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 13 സ്ഥലങ്ങളിലായിട്ട് ഓഫീസുകളിൽ റെയ്ഡ് നടക്കുമ്പോൾ ആരുടെ ബിസിനസ്സിനാണോ റെയ്ഡ് ചെയ്യുന്നത് അതിൻ്റെ ഹെഡ് ഓഫ് ദിസ് ബിസിനസ്സിനെ ഇവർ ഇത്ര ഫ്രീ ആയിട്ട് വിടും? തോക്ക് കിട്ടുന്നു, ഫോൺ കിട്ടുന്നു വിളിക്കാൻ. അതോ ഇതിനു മുമ്പും അവർ ദിവസം ഈ 3 ദിവസത്തിൻ്റെ ഇടയിൽ പലവട്ടമായിട്ട് ഇയാളെ പ്രഷർ ചെയ്ത് ചോദ്യം ചെയ്തിട്ടുണ്ടോ? കുറേ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? വേണം. പിന്നെ ഈ ബ്രദർ സംസാരിക്കുന്നതിലും എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ബ്രദർ ഈസ് ലൈക്ക് അത് പ്രഷറാണ് IT ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് ദാറ്റ്സ് ഇറ്റ് കഴിഞ്ഞു. അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു സംസാരിച്ച് വയ്ക്കുന്നു. എന്താണെങ്കിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നാളെ രാവിലത്തേക്ക് കിട്ടുമോ നോക്കാം. ഓക്കെ, മീഡിയാസ് എന്താ പറയുന്നത് നോക്കാം, എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നാളെ ഞാൻ രാവിലെ കാണാം.